ഹലോ, ഇന്നൊരു അടിപൊളി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷ്, ആലു പറാത്ത. അപ്പം നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ. ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് പകരം ജീരകം പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുക. ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ആഡ് ചെയ്യുക. ഉള്ളിയുടെ കൂട്ടത്തിൽ ഞാനൊരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പിടുക. ഈ ബാക്കി പൊടികൾ ചേർക്കേണ്ട സമയമായി. കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം വഴറ്റിയിടുക. ഓൾറെഡി ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എൻ്റെത് വേവിക്കുമ്പോൾ കറക്റ്റ് വെള്ളമായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ ഫ്രഷ് വാട്ടറാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നല്ലോണം കുത്തി ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത്തിരി ഗരം മസാല ആഡ് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ച മല്ലിയില ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, എന്തിൻ്റെയും കുറവുണ്ടോയെന്ന്. ഇനി നമ്മളെ ഫില്ലിങ് ഇത്തിരി തിക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതാ നല്ലോണം തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. പൂരീൻ്റെ വലുപ്പത്തിനേക്കാളും ഇത്തിരി വലിയ ഉണ്ടയാണ് എടുക്കേണ്ടത്. 2 ഉരുട്ടിയ മാവെടുത്ത് ഒരു പൂരീൻ്റെ സൈസിലേക്ക് അങ്ങോട്ട് പരത്തിയെടുക്കുക. പൂരീൻ്റെ സൈസിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ ആലു അങ്ങോട്ട് ആഡ് ചെയ്യുക. ചപ്പാത്തീൻ്റെ നടുവിലോട്ട് വേണം കേട്ടോ ഫില്ലിങ് ആഡ് ചെയ്യാൻ. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അധികം അറ്റത്തേക്ക് പോകരുത്. എന്നിട്ട് ആ ഒരു ചപ്പാത്തീൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തിയും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഞെക്കി അമർത്തി കൊടുക്കുക. അറ്റം ഒട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പൊടിയിട്ട് വീണ്ടും നല്ലോണം പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ പരത്തിയ പോലെ ഫുൾ ശക്തി എടുത്ത് പരത്തരുത്. ചപ്പാത്തിക്ക് പ്രഷർ കൊടുക്കാതെ മെല്ലെ പരത്തിയെടുക്കുക. ചപ്പാത്തി ഒരു സൈസ് ആയി കഴിഞ്ഞാൽ അത് നോൺ സ്റ്റിക്കിലേക്ക് മാറ്റാം. ഒന്നിക്ക് നോൺ സ്റ്റിക്കിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് തഴുകി അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി ഇടുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ചപ്പാത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നെയ്യിടുക. ചപ്പാത്തി ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കും കൂടി നെയ്യാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ്. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ചപ്പാത്തിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മിക്സ് ആയിട്ടും ആ ജീരകത്തിൻ്റെ ഫ്ലേവറും അതേപോലെ ആ നെയ്യിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിന് വേറെ കറിയും വേണ്ട. കാരണം ഇതിലൊരു കറീൻ്റെ കുറവില്ല. ഓൾറെഡി സ്റ്റഫ് ചെയ്ത മസാല ഉണ്ടല്ലോ. ഇതൊന്നിക്ക് റായ്ത്ത, അതായത് തൈരിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല നെയ്യിൽ മുക്കി കഴിക്കാം. ഇതൊന്നുമില്ലാണ്ട് കഴിക്കാനും രസമാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ചൂടോടെ തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോവും. സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ സംഭവം. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.